പ്ലാൻ വരയ്ക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആർക്കിടെക്റ്റുമായിട്ട് നിങ്ങളുടെ ഒരു സ്ക്വയർ ഫീറ്റ് ലിമിറ്റോ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലിമിറ്റോ ഒക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിസൈനർക്ക് കുറച്ചുകൂടെ കംഫർട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്ലാൻ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ ഒരു ബഡ്ജറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്ക്വയർ ഫീറ്റ് ലിമിറ്റും ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളതും ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഒരു വീട് നിർമ്മിക്കാൻ പ്ലാൻ നിർബന്ധമാണല്ലോ. നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു ഡിസൈനർ നിങ്ങളുടെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും അതിൽ നിങ്ങളുടെ റിക്വയർഡ് ആയിട്ടുള്ള ഏരിയകളെല്ലാം എല്ലാ സ്പേസുകളും അതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതും ആ സ്പേസുകളൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആ സൗകര്യങ്ങളൊക്കെ അതിലുണ്ടോ എന്നുള്ളതുമാണ് ആദ്യമായിട്ട് നമ്മൾ ആ പ്ലാനിൽ ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ വീടിനകത്തേക്ക് ആവശ്യത്തിനുള്ള കാറ്റ് വെളിച്ചമൊക്കെ വൃത്തിക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. പിന്നെ പ്രൈവസിയുടെ കാര്യം, നമുക്ക് പ്രൈവസി കൺസേണുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലിവിങ്ങിൽ നിന്ന് ഡൈനിങ് സ്പേസ് കാണേണ്ട, അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കാണേണ്ട, അങ്ങനെ കിച്ചണിലേക്ക് കാണേണ്ട, അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾ ആർക്കിടെക്റ്റിനോട് പറഞ്ഞിരുന്നെങ്കിൽ ആ കാര്യങ്ങൾ ആ ഒരു പ്രൈവസിയോടെ കൂടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. ഒരു ഡിസൈനർ അതോറിറ്റിയിലേക്ക് ആവശ്യമായ സെറ്റ് ബാക്കുകളും കാര്യങ്ങളൊക്കെ വിട്ടിട്ടായിരിക്കും ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുക. പക്ഷെ നിങ്ങളുടെ സൗകര്യത്തിനും നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള റിയർ യാർഡും ഫ്രണ്ട് യാർഡും ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പറ്റുമെങ്കിൽ ഒരു ക്ലയന്റ് തന്നെ സെറ്റ് ബാക്ക് ലേഔട്ടിൽ കാണിച്ചേക്കുന്ന സെറ്റ് ബാക്ക് ഒന്ന് സൈറ്റിലൊന്ന് ജസ്റ്റ് പിടിച്ചു നോക്കി കഴിഞ്ഞാൽ അവർക്ക് തന്നെ വീടിന്റെ മുറ്റം എത്രത്തോളം ഉണ്ടാവും എന്നൊരു ധാരണ കിട്ടുകയും ചെയ്യും. ഒരു പ്ലാനിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഡിസൈനർ ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല ശ്രദ്ധിക്കുക, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ക്ലയന്റ് എന്ന സ്ഥിതിക്ക് നമ്മൾ ഇത്രയും ബേസിക് ആയിട്ട് ചിന്തിക്കണം. നമ്മൾ ഒരു ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ഡാറ്റാസ് ഒന്നും മിസ് ഔട്ട് ആയി പോകരുത് എന്നുള്ള രൂപത്തിൽ നമ്മളൊരു ക്ലയന്റിന്റെ ഡാറ്റ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ എല്ലാ ക്ലയന്റിന്റെ റിക്വയർമെന്റ്സും പക്ക നോട്ട് ചെയ്ത് അതിൽ എല്ലാ കാര്യങ്ങളും ക്ലയന്റിനെ കൊണ്ട് തന്നെ ക്രോസ് ചെക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് പ്ലാനിങ്ങിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലയന്റിന്റെ ഇങ്ങനത്തെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാറുണ്ട്.